ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പുൽക്കൂട്ടിലേക്ക് വന്ന് ഉണ്ണിമിശിഹായെ സ്വന്തമാക്കിയവരുടെ ജീവിതങ്ങൾ ഞങ്ങൾ ഈ സമയത്ത് ധ്യാനിക്കുമ്പോൾ ഉണ്ണീശോയെ അവരുടെ ജീവിതങ്ങളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കണമേ. അങ്ങനെ നിന്നെ സ്വന്തമാക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ആ വിശുദ്ധരായ ആത്മീയ ചൈതന്യമുള്ളവർക്കുണ്ടായിരുന്ന അതേ ചൈതന്യവും അനുഗ്രഹവും ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടവരുത്തുമാറാകട്ടെ. പരിശുദ്ധ മറിയമേ, നിന്റെ നെഞ്ചിൽ മയങ്ങുന്ന, നിന്റെ മാറിൽ മയങ്ങുന്ന ഉണ്ണിമിശിഹായെ ഞങ്ങൾക്ക് ഈ തിരുവചന ധ്യാനത്തിലൂടെ കളിക്കൂട്ടുകാരനായി നൽകണമേ. ആമേൻ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2:8 മുതലുള്ള തിരുവചനങ്ങൾ. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോട് കൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, 2016 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധരാക്കിയവരുടെ പട്ടിക ഒരുപാടാണ്. കുറേ പേരെ വിശുദ്ധരുടെ പട്ടികയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തിയ വർഷമാണ് 2016. നമുക്കറിയാവുന്ന കൽക്കട്ടയുടെ പുണ്യമൊക്കെയായ മദർ തെരേസയൊക്കെ വിശുദ്ധയാക്കിയ ഒരു വർഷത്തിൻ്റെ സമാപനത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഈ വർഷത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധരാക്കിയവരിൽ ഒരു പ്രധാനപ്പെട്ട, അതല്ലെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മനുഷ്യനെ കുറിച്ചുള്ള ഒരു വിവരണം ഈ ദിവസങ്ങളിൽ വായിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധനാക്കിയതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ, കഴിഞ്ഞ വർഷം 2016 വിശുദ്ധനാക്കിയ ഒരു മനുഷ്യന്റെ പേരാണ് 25 വയസ്സിന് താഴെയുള്ള ഹൊസേ സാൻജോ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു കുഞ്ഞ്. ഇവനെ എന്തുകൊണ്ട് വിശുദ്ധനാക്കി എന്ന് ചോദിക്കുമ്പോൾ അതിന് സഭ നൽകുന്ന, അതല്ലെങ്കിൽ മാർപ്പാപ്പ നൽകുന്ന മറുപടി ഇങ്ങനെയാണ്: ഉണ്ണിമിശിഹായെ ഏറ്റവും ആഴത്തിൽ ആരാധിച്ച ഒരു മനുഷ്യനായിരുന്നു, അതല്ലെങ്കിൽ ഒരു യുവാവായിരുന്നു ഹൊസേ സാൻജോ എന്നുള്ളത്. ഈശോയെ ഏറ്റവും ശക്തമായി ആരാധിച്ചതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നിറവുണ്ടായിരുന്നു, പാപത്തിൻ്റെ അവസ്ഥകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവനെ ഇത്രയും ചെറുപ്രായത്തിൽ വിശുദ്ധനാക്കിയിരിക്കുന്നു എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും അതല്ലെങ്കിൽ വത്തിക്കാനും ഈ ഒരു വിശുദ്ധനെ കുറിച്ച് പറയുന്നത്. ഹൊസേ സാൻജോയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്: മെക്സിക്കോയിൽ മതമർദ്ദനം നടക്കുന്ന സമയത്ത്, എല്ലാവരും ഓടി ഒളിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഈ യുവാവായ ഹൊസേ സാൻജോ മാത്രം ഓടി രക്ഷപ്പെടുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ചെറിയ ഒരു കുതിരയെയും പിടിച്ച് അതിനെയും കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പം എല്ലാവരും പറഞ്ഞു, ഇവനെ കൊണ്ട് പോകണ്ട, പറഞ്ഞു എൻ്റെ ഉണ്ണിമിശിഹായ്ക്ക് വേണ്ടി ജീവിക്കാനുള്ളത് എൻ്റെ ജീവിതം, അതുകൊണ്ട് ഞാൻ ഈ കുതിരയും കൊണ്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ഈ കുതിരയും കൊണ്ട് പോവാം. ഈ പോകുന്ന വഴിയിലാണ് ഇവൻ്റെ കയ്യിൽ നിന്ന് കുതിരയെ അവർ വാങ്ങിക്കൊണ്ടുപോകുന്നു. ഇവനെ കൊന്ന് കൊലപ്പെടുത്തുന്നതായിട്ടൊക്കെയാണ് ചരിത്രം പറയുന്നത്. എന്തൊക്കെയായിരുന്നു ഈ പറയുന്ന ഈ ഹൊസേ സാൻജോയെ വിശുദ്ധനാക്കാനുള്ള പ്രധാന ഘടകം എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഈശോയുടെ അടുത്തും അല്ലെങ്കിൽ പുൽക്കൂടിനോടും ഏറ്റവും ആഴമായ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതേക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ ചിലത് കേട്ടത് ഇങ്ങനെയാണ്: 3 കാര്യങ്ങൾ ഈ ഹൊസേ സാൻജോ എന്ന് പറയുന്ന ഈ വിശുദ്ധന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും വ്യാഖ്യാനിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ക്രിസ്തുമസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഹൊസേ സാൻജോയുടെ ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോൾ കാണുന്ന ആദ്യത്തെ കാര്യം ഇങ്ങനെയാണ്: കർമ്മമാർഗത്തിലൂടെ സഞ്ചരിച്ച ഒരു വിശുദ്ധനായിരുന്നു ഈ ഹൊസേ സാൻജോ. അതായത് ഈശോയ്ക്ക് വേണ്ടിയിട്ട് കർമ്മനിരതനായതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ വിശുദ്ധനാക്കി മാറ്റുന്നത് എന്നുള്ളതാണ്.
പിന്നെ ഈ തിരുവചനത്തിലൂടെ കടന്നു പോകുന്നവര്, ഈശോയുടെ ചൈതന്യം ആഗ്രഹിച്ച് നിൽക്കുന്നവര്, അതല്ലെങ്കിൽ ഒരു വിശുദ്ധനാവാൻ ആഗ്രഹിച്ച് ഒരു വിശുദ്ധയാവാൻ കൊതിക്കുന്നവര് ആദ്യം ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ഉണ്ണിമിശിഹായെ കയ്യിലെടുക്കാൻ, ഉണ്ണിമിശിഹായുടെ സ്വന്തമാകാൻ വേണ്ട ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഉണ്ണിമിശിഹായ്ക്ക് വേണ്ടിയിട്ട് നീ അധ്വാനിക്കുന്ന വ്യക്തിയാണോ എന്നുള്ളതാണ് ചോദ്യം. കർമ്മമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ അഭിഷേകം പൂർണ്ണമാവുള്ളൂ എന്ന് സുവിശേഷം പറയാം. ഈ ക്രിസ്മസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുമ്പോൾ ഈ കർമ്മമാർഗത്തിലൂടെ കടന്നുപോയവര് ഈശോയെ കണ്ടെത്തുന്നത് കാണുന്നുണ്ട്. അത് മറ്റാരുമല്ല, ആട്ടിടയർ തന്നെയാണ്. ആട്ടിടയിൽ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള തൊഴിലിൽ ഏർപ്പെട്ടതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള ജോലിയല്ല ഈ ആട് മേച്ച് നടക്കുക എന്നുള്ളത്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ആടിൻ്റെ പുറകെ നടന്നാൽ മതിയല്ലോ, ഈസ് ഇറ്റ് ഈസി ജോബ്, ഈസ് ഇറ്റ് ഈസി ജോബ് എന്നൊക്കെ നമുക്ക് തോന്നണതാണ്, എളുപ്പമുള്ള കാര്യമില്ല എന്നുള്ളത്. പക്ഷേ ഈ ആട്ടിടയരെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴാണ് അറിയണത് അത് ഏറ്റവും ടഫായിട്ടുള്ള, അതല്ലെങ്കിൽ അത്രയും അധ്വാനം വേണ്ട ഒരു തൊഴിലാണ്. ഈ തൊഴിലിലാണ് ഇവർ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ആട്ടിടയർ ഇത്രയും തൊഴിൽ ചെയ്യണമെന്നൊക്കെ കണ്ടെത്തണമെങ്കിൽ അവിടുത്തെ പാരമ്പര്യമൊക്കെ പഠിക്കണം. ഈ ആടുകളുടെ ഒരു പ്രത്യേകത, അവരൊരിക്കലും ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് ജലം പാനം ചെയ്യില്ല. അവരൊരു ജലം കുടിക്കുന്നത് എപ്പോഴും ശാന്തമായി, അതല്ലെങ്കിൽ കെട്ടിക്കെടുക്കുന്ന സ്ഥലത്ത് നിന്ന് മാത്രമാണ് വെള്ളം കുടിക്കുള്ളൂ. അപ്പം ഈ ആട്ടിടയന്മാര് ആടുകളെ കൊണ്ടുപോകുമ്പോൾ പലതും ഇങ്ങനെ ഒഴുകുന്ന ജലാശയങ്ങളിലൂടെയാണ് കൊണ്ടുപോവുക. അപ്പം ഇവർക്ക് വെള്ളം കുടിക്കാൻ പറ്റാതെ ഇവർ ക്ഷീണിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ആട്ടിടയർ, നല്ല ആട്ടിടയർ ചെയ്യുന്നത് എന്താണെന്നറിയോ, ഈ ആടുകൾക്ക് മുൻപിൽ പോയിട്ട് അവിടെ ഒരു ചിറകെട്ടും. ചിറകെട്ടിയിട്ട് ഈ വെള്ളത്തെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് ഈ ആടുകൾക്ക് മുഴുവൻ വേണ്ട വെള്ളം കൊടുത്ത് ഇവർ അപ്പുറത്തേക്ക് കടത്തുന്ന, അതല്ലെങ്കിൽ കുറേ അധികം പ്രായോഗികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഈ ആടുകളെ രക്ഷിക്കുന്നവരാണ് ആട്ടിടയർ. ഇത്രയേറെ അധ്വാനത്തിലൂടെ കടന്നുപോയ, വൈകിട്ട് വരെ അധ്വാനിച്ചവരുടെ അടുത്തേക്കാണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയണത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രക്ഷകൻ ബെത്ലഹേമിൽ ഭൂജാതനായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ ഈ ആട്ടിടയർക്ക് ചിന്തിക്കായിരുന്നു, ഇന്ന് രാത്രിയല്ലേ, ഈ രാത്രിയാണ് ഞങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് കിട്ടിയേക്കുന്നത്, നാളെ എങ്ങാനും പോകാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ പ്രവർത്തന നിരതരാവാതിരിക്കായിരുന്നു. പക്ഷേ ഈ ആട്ടിടയരുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ഈ ആട്ടിടയർ മറ്റെന്തും മാറ്റിവെക്കാം, എൻ്റെ ദൈവത്തിന് വേണ്ടിയിട്ട് എനിക്ക് അധ്വാനിക്കണം, എൻ്റെ മിശിഹായെ എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് ഈ ആട്ടിടയർ അവരുടെ ക്ഷീണവും അവരുടെ തളർച്ചയും അവരുടെ രോഗവും അവരുടെ അധ്വാനത്തിൻ്റെ സമയവും ഒക്കെ മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുക, ഈശോയെ കാണാൻ വേണ്ടിയിട്ട് ഇവർ അധ്വാനിക്കുക. ഇവരങ്ങനെ അത്രയും കർമ്മനിരതരായിട്ട് അവിടെ ചെന്നതിൻ്റെ പേരിലാണ് പ്രവചനങ്ങളുടെ സൂര്യനായ, പൊൻസൂര്യനായ മിശിഹായെ തൊടാനും മിശിഹായുടെ ആനന്ദം അനുഭവിക്കാനും സാധിച്ചത്. ഈ ഹോസെ സാഞ്ചോയുടെ ജീവിതത്തിലും പറയുന്നത് ഇങ്ങനെയാണ്, ഇദ്ദേഹം കർമ്മനിരതനായിട്ട് ജീവിച്ചത് കൊണ്ട് ഈശോയുടെ മകനായിട്ട് തീർന്നു എന്നുള്ളത്. ഈ ഒരു ക്രിസ്മസ് ഇങ്ങനെ കഴിഞ്ഞ് നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാ, നമ്മൾ ഈ ക്രിസ്തുവിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അധ്വാനിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു ചൈതന്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ കൾച്ചറിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അധ്വാനത്തിൽ നിന്ന് മാറുന്ന ഒരു ലോകത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സൂത്രപ്പണികളിലൂടെ പൈസ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് മനുഷ്യൻ ഇന്ന്. ഈ ദിവസങ്ങളൊക്കെ വാർത്ത നമ്മൾ വായിക്കുന്നില്ലേ, ATM തല്ലി തകർക്കണു, CCTVകളുടെ ക്യാമറകളൊക്കെ തട്ടിത്തകർത്തിട്ടൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നാടിൻ്റെ നടുമുറ്റത്ത് നമുക്ക് പറയാൻ പറ്റുമോ, അധ്വാനിച്ചാൽ ഞാൻ ജീവിക്കണേ, എനിക്ക് തന്ന താലന്ത് ഞാൻ കുഴിച്ചിടാതെ എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അധ്വാനിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ അധ്വാനിക്കാനായിട്ട് മനസ്സ് കാണിക്കുന്നവരെ ഈശോ ഇങ്ങനെ എടുത്തുയർത്തുന്നതായിട്ട് തിരുവചനം. അതാ താലന്തുകളുടെ ഉപമ മാത്രം ഒന്ന് ധ്യാനിച്ചാൽ മതി. തലന്തുകളുടെ ഉപമകളിൽ സംഭവിക്കുന്നത് എന്താ? 2 കിട്ടിയവൻ അവൻ അത് അധ്വാനിച്ചു കഴിഞ്ഞ് അത് യജമാനനെ ഏൽപ്പിച്ചപ്പോൾ അത് 4 ദൈവം യജമാനൻ അവനെ അനുഗ്രഹിക്കുക. കിട്ടിയ താലന്ത് കുഴിച്ചു മൂടിയവനോടോ ദൈവം പറയണോ, അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഏറ്റവും വലിയ ഉടമസ്ഥനായ യജമാനൻ പറയണോ, നിന്റെ കയ്യിലുള്ളത് കൂടെ ഞാൻ എടുത്തു മാറ്റും. അപ്പൊ നമുക്കിങ്ങനെ ഒന്ന് ഓർക്കണം, ഈ ഉണ്ണിമിശിഹായുടെ തിരുനാളൊക്കെ ആഘോഷിച്ച് അതിൻ്റെ ആലസ്യത്തിലാണോ ഞാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതോ ആത്മാർത്ഥതയോടുകൂടെ അധ്വാനിക്കാനാണോ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഈ ആട്ടിടയർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിരന്തരമായ അധ്വാനം നിന്റെ ജീവിതത്തിൻ്റെ വിജയ. ഹാർഡ് വർക്ക് ഈസ് നെസസറി ഫോർ അവർ വിക്ടറി.
അതുകൊണ്ട് ഈശോ ഇപ്പോഴും പറയണം, ഈശോ രാത്രിയുടെ യാമങ്ങളിൽ പോലും അധ്വാനിച്ചു എന്ന് പറയണേ. ഈശോ പ്രവർത്തന നിരതനായിരുന്നു എന്ന തിരുവചനം. ഈശോ ചെയ്യുന്ന കാര്യം എന്താ? ഈശോ കുറേ നേരം വിശ്രമിച്ചതിനെ കുറിച്ചുള്ള ഒരു വിവരണവും ബൈബിളിലില്ല. മറിച്ച് ഈ ഒരു സ്ഥലത്ത് പോയി ആ നാട്ടിലുള്ളവർക്ക് അത്ഭുതം ചെയ്ത് അപ്പം തന്നെ കടലിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക്, അവിടുന്ന് കഴിഞ്ഞ് മലമുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഈശോ ആ പറയുന്ന ആ സെബുലോൺ നഫ്താലി തീരങ്ങളിലേക്ക് 33 വർഷം കൊണ്ട് അവൻ ഒരു യുഗം ചെയ്യുന്നതോളം, ഒരു യുഗത്തിൽ ജീവിക്കുന്ന സമയത്തോളം ചെയ്യുന്ന കാര്യങ്ങൾ അവൻ ഈ 33 വർഷത്തിന്റെ ലൈഫ് സ്പാനിൽ ചെയ്തു എന്നുള്ളതാണ്. വർഷം എത്രയായി നോക്കി നോക്കി ജീവിച്ചു തുടങ്ങിയിട്ട്? ഈ വചനം കേട്ടുകൊണ്ടിരിക്കണ നമ്മളൊന്ന് ആലോചിച്ച്, എത്ര നാളായി ജീവിച്ചു തുടങ്ങിയിട്ട്? 20, 30, 50, 60, 80 വർഷമൊക്കെ ആയിട്ടില്ലേ? ഇപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്ഥായിയായിട്ട് അധ്വാനിച്ചിട്ടുണ്ടാവും. അധ്വാനിക്കാത്തതിന്റെ പേരിൽ ദുഃഖം ഉണ്ടായ ഒരു കുടുംബത്തെക്കുറിച്ച് കാനായിലെ വിവാഹ വിരുന്നിൽ പറയുന്നുണ്ട്. അതിൽ ആ കാര്യസ്ഥൻ അധ്വാനിക്കാൻ വിളിക്കപ്പെട്ടവനായിരുന്നു. അവനത് ചെയ്തില്ല. അവനിങ്ങനെ വീഞ്ഞുണ്ടാവും എന്ന് വിചാരിച്ച് അവൻ നിന്നതിന്റെ പേരിൽ അവന് നഷ്ടങ്ങൾ സംഭവിക്കുക, ഒരു ദുരന്തത്തിന്റെ കാറ്റുവീശുക. അവിടെയുള്ളവരുടെ അടുത്ത് അവനൊന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, ഇതേ വീഞ്ഞ് തീരാറായി എന്ന് പറഞ്ഞിട്ട് ഒരു കഠിനാധ്വാനത്തിന്റെ ശ്രമം നടത്തിയ. പിന്നെ നമ്മളൊക്കെ ഒന്ന് ഓർക്കേണ്ടത്, നമ്മുടെ യുവജനങ്ങളും നമ്മുടെ പുതിയ ന്യൂ ജനറേഷൻ കൾച്ചറും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അധ്വാനം എന്ന് പറയണത് ആവശ്യമില്ല, എന്ത് നെറുകേട് കാണിച്ചും നമുക്ക് നമ്മുടെ സന്തോഷമാണ് വലുത് എന്ന് പറയുന്ന എപ്പിക്യൂരിയൻ സിസ്റ്റത്തിലേക്ക്, അല്ലെങ്കിൽ എപ്പിക്യൂരിയൻ ഫിലോസഫിയിലേക്ക്, തത്വശാസ്ത്രത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുക നമ്മൾ. ഈ ക്രിസ്തുമസിന് ശേഷമുള്ള ഈ ദിവസങ്ങളും ഉണ്ണിമിശിഹായി നമ്മളോട് പറയുന്നത്, നീ അധ്വാനിച്ചാൽ ദൈവത്തിൻ്റെ അനുഭവമുള്ള മകനും മകളുമായിട്ട് തീരും. അതൊരു കുഞ്ഞുദാഹരണത്തിന് നമ്മുടെ ചരിത്രം നമ്മൾ ഓർമ്മിപ്പിക്കുന്നില്ലേ? ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി പഠിപ്പിക്കണ കാര്യം ഇതാ. ലാൽ ബഹദൂർ ശാസ്ത്രി പറയുന്നത് എന്താ? അത്രയും ദൂരം നദി നീന്തി കടന്നിട്ടാണ് ഈ പാവപ്പെട്ട കുഞ്ഞായിരുന്ന ഇവൻ ഇങ്ങനെ സ്കൂളിൽ പോയിരുന്നുണ്ടായിരുന്നത്. ഇത്രയും വർഷം ഇങ്ങനെ നദി നീന്തിക്കടന്ന് വർഷങ്ങൾ കഴിഞ്ഞ് പിന്നീടാണ് ഇവൻ തിരിച്ചറിയണത്. 2ാമത്തെ പ്രധാനമന്ത്രി ആവുമ്പോൾ പറയണ ആദ്യത്തെ വാചകം എങ്ങനെയാ? എൻ്റെ അധ്വാനമാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയം എന്നുള്ളത്. ഈ ഹൊസേ സാഞ്ചോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈശോയുടെ പ്രിയമകനായിട്ട് തീർന്ന ഇദ്ദേഹം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകം എങ്ങനെയാണ്? നീ നിന്റെ അധ്വാനത്തിൽ തളരാതെ മുന്നേറണം. ചിലപ്പോൾ പ്രതിസന്ധി ഉണ്ടാവാം, ലൈഫിൽ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ ഇന്നു മുതൽ നീ അധ്വാനിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. 2ാമത്തെ കാര്യം, ജ്ഞാനമാർഗത്തിലൂടെ കടന്നു പോകുന്നവർക്കാണ് ഈശോയെ കാണാൻ പറ്റിയിട്ടുള്ളത്. ജ്ഞാനമാർഗത്തിലൂടെ കടന്നുപോയവർക്ക് അത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഈ ബൈബിളുമായിട്ട്, അല്ലെങ്കിൽ ഈ ക്രിസ്തുമസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാണാനുള്ളത് അജ്ഞാനികളുടെ ജീവിതമാണ്. അജ്ഞാനികൾ അവർ ജ്ഞാനത്തിൽ വളർന്നതുകൊണ്ട് അവരിങ്ങനെ രക്ഷകനെ കണ്ടുമുട്ടി എന്നാ പറയുന്നത്. ഈ പറയുന്ന ഹൊസേ സാഞ്ചോയുടെ ജീവിതത്തിൽ ചെറുപ്രായത്തിൽ തന്നെ ജ്ഞാനത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജ്ഞാനിയാവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടോ? ദൈവിക ജ്ഞാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുന്നുണ്ടോ എന്നുള്ളത് ഇതിൻ്റെ 2ാമത്തെ സുവിശേഷമാണ്. വെറുതെ ഒന്ന് ആലോചിച്ചേ, ഒരു വർഷം ഇങ്ങനെ അവസാനിച്ച് കഴിയുമ്പോൾ ഒരു വർഷം ഞാൻ എത്ര പുസ്തകങ്ങൾ, ആത്മീയ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങൾ വായനാശീലമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൾച്ചറിലാണ് നമ്മൾ. ഈശോയുടെ ശിഷ്യനാണ് നീ എങ്കിൽ, അല്ലെങ്കിൽ ഈശോയെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഈശോയുടെ ക്വാളിറ്റി പറയണത് അവൻ 12ാം വയസ്സിൽ വേദശാസ്ത്രികളോടൊപ്പം തർക്കിച്ചു എന്ന് പറയണേ. വെറും 12 വയസ്സിനുള്ളിൽ ഈശോയ്ക്ക് ഈ ജ്ഞാനം എവിടെന്നാ ചോദിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ജ്ഞാനം സമ്പാദിക്കാനായിട്ട് ഈശോ സമയം ഒരുപാട് ചെലവഴിച്ചിരുന്നു എന്നാ പറയണേ. നമ്മുടെയൊക്കെ ജീവിതമൊക്കെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ 12 വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ 12 വയസ്സിലൊക്കെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? 25 അല്ലെങ്കിൽ 33 വയസ്സിൽ നിൽക്കണ ഞാനൊക്കെ ഓർക്കുക, ഈശോയുടെ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് എത്ര സമയം വെറുതെ കളഞ്ഞിട്ടുള്ളത്, കിട്ടാതെ അല്ലെങ്കിൽ അതിനു വേണ്ടി അധ്വാനിക്കാതെ. സെമിനാരിയിൽ 11 വർഷം കിട്ടിയ ഒരു അച്ഛനാ സ്നേഹമുള്ളവരെ ഞാൻ. 11 വർഷം നല്ല വിശാലമായ ലൈബ്രറി ഉണ്ടായിരുന്നു, നല്ല വൈദികരുണ്ടായിരുന്നു, നിലം തികഞ്ഞ ഡോക്ടറേറ്റ് ഉണ്ടായിരുന്ന അധ്യാപകരുണ്ടായിരുന്നതാണ്. പക്ഷെ ജ്ഞാനത്തിന് വേണ്ടിയുള്ള ഒന്നും ഞാൻ സ്വീകരിച്ചില്ല. അത് ജ്ഞാനം അഭ്യസിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ സമയം കളഞ്ഞില്ല എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ സങ്കടം. ചില വൈദികരോടൊക്കെ നമുക്ക് സ്നേഹം തോന്നുന്നത് എന്താ? അവരുടെ ഉള്ളിൽ ജ്ഞാനത്തിൻ്റെ വിത്തുകളുണ്ട്. മിശിഹായുടെ വാക്കുകൾ കേൾക്കാനായിട്ട് ജനം തിങ്ങിക്കൂടിയിരുന്നത് അത്ഭുതങ്ങൾ കാണാൻ മാത്രമല്ല സ്നേഹമുള്ളവരെ, ഈശോയുടെ വാക്കുകളിൽ ജ്ഞാനത്തിൻ്റെ മൊഴികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ഈ ഒരു പുതിയ വർഷത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ടാവണം, എൻ്റെ നാവിൽ നിന്ന് വരണത് അത് ജ്ഞാനവചസ്സുകളാക്കി എനിക്ക് മാറ്റാൻ പറ്റണം. അറിവുള്ളവനാക്കാനുള്ള ഒരു ശ്രമം എനിക്ക് ഈ വരുന്ന വർഷങ്ങളിൽ എനിക്ക് നിവൃത്തീകരിക്കാൻ പറ്റണം. അത് ഈശോയുടെ ആ ഒരു അടുത്തിരുന്ന് അവൻ്റെ കൂടെ ഇരുന്ന് ഗുരുവിനെ ആദരിക്കുന്ന രീതിയിൽ ഗുരുപൂജ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എനിക്ക് കടന്നു വരാൻ പറ്റണം. ഈ ഒരു ക്രിസ്മസ് കഴിഞ്ഞ് അടുത്ത ക്രിസ്മസ് ആകുമ്പോഴെങ്കിലും പറയാൻ പറ്റണം നമുക്ക്, ഈ ഒരു ബൈബിളിൻ്റെ ഉൽപ്പത്തി മുതൽ അവസാനം വെളിപാട് വരെയെങ്കിലും ഞാൻ ഒരു വട്ടം വായിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ വചനം കേൾക്കുന്നവരോട് ഒന്ന് ചോദിക്കട്ടെ, എത്ര പേർക്കറിയാം ഈ ബൈബിളിൻ്റെ ആദ്യത്തെ അധ്യായം മുതൽ അവസാനം വരെ വായിച്ചിട്ടുണ്ടെന്ന് പറയാനുള്ള അറിവുള്ളവർ എത്ര പേരുണ്ടെന്നുള്ളത്? പലപ്പോഴും നമുക്കൊക്കെ പല പുസ്തകങ്ങൾ മാത്രം ഒതുക്കി നമ്മുടെ ജീവിതം തീർക്കുകയല്ലേ. ഒരു ജോബിൻ്റെ കഥ പറഞ്ഞും ആദിമാതാപിതാക്കളുടെ കഥ പറഞ്ഞും അവസാനത്തെ യേശുവിൻ്റെ ചില അത്ഭുതങ്ങൾ പറഞ്ഞു നമ്മുടെ വചനവ്യാഖ്യാനങ്ങളൊക്കെ ഒതുങ്ങുന്ന ഒരു കൾച്ചറിൽ നമുക്കിങ്ങനെ ഒന്ന് തീരുമാനിക്കണം, ഈ ഒരു വർഷമെങ്കിലും എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ ജ്ഞാനത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകാൻ പറ്റണം. ഈ ജ്ഞാനികൾ വഴിയിലൂടെ ഈശോയിലേക്ക് എത്തിയതുപോലെ ജ്ഞാനം അഭ്യസിച്ച് എൻ്റെ ഈശോ എന്ന് പറയുന്ന ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ക്രിസ്തുവിലേക്ക് വരണം. ഇതിൻ്റെ മൂന്നാമത്തെ സുവിശേഷം എന്നുള്ളത് അത് ഭക്തി മാർഗത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്ന ഈ ഹൊസേ സാഞ്ചോയുടെ ജീവിതത്തിലുണ്ടായിരുന്നത് അവൻ ഭക്തി മാർഗത്തിലൂടെ മുന്നേറി എന്ന് പറയണേ. ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്തുമസിൻ്റെ നാളുകളിൽ ഇരിക്കുന്ന നമ്മൾ ഒന്ന് കണ്ടെത്തേണ്ട കാര്യം എങ്ങനെയാണ്, ഞാൻ ശരിക്കും ഒരു ഭക്തി മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണോ? ഈ പാരമ്പര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് ഭക്തി മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് കിട്ടുന്ന അത്ഭുതങ്ങളെക്കുറിച്ച്. പരിശുദ്ധ മറിയത്തിൻ്റെ ക്വാളിറ്റി, ഉണ്ണിമിശിഹായെ സ്വന്തമാക്കാനുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് മാലാഖ കണ്ടത് ഇവളൊരു ഭക്തയായിരുന്നു എന്നുള്ളതാണ്. ദൈവകാര്യങ്ങളിൽ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ അഭിഷേകത്തോടുകൂടെ ജീവിച്ച സ്ത്രീ ആയിരുന്നു ഈ പറയുന്ന യഹൂദ ബാലികയായ അല്ലെങ്കിൽ യഹൂദയായ ഈ പെൺകുട്ടിയുടെ ക്വാളിറ്റി. ഇത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് എന്ത് ചെയ്യണത്, പ്രവചനങ്ങളുടെ പുണ്യമായ മിശിഹായെ ഈ ഭക്തിമാർഗത്തിൽ ജീവിച്ച ഇവൾക്ക് നൽകുന്നത്. ഹൊസേ സാഞ്ചോയുടെ ജീവിതം കൂടി ഒന്ന് പരിശോധിക്കുമ്പോൾ കാണുന്നത് എങ്ങനെയാണ്, ചെറുപ്പത്തിൽ തന്നെ കുറേ അധികം സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു എന്നുള്ളത്. അധിക നേരം പ്രാർത്ഥനയിൽ ചെലവഴിച്ചത് കൊണ്ടാണ് ഇദ്ദേഹത്തെ വിശുദ്ധരുടെ പട്ടികയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ചേർത്ത് പിടിച്ചിട്ടുള്ളത്. നമ്മളുടെ ഈ ഒരു ദിവസങ്ങളൊക്കെ നമ്മൾ ഒരുപാട് തവണ കേൾക്കണതാ പ്രാർത്ഥനയുടെ ഫലത്തെക്കുറിച്ചും പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും. എന്നിട്ട് സത്യമായിട്ട് നമ്മളിങ്ങനെ ഈ ഉണ്ണിമിശിഹായുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാ. ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ട ഒരു അത്ഭുതം എന്നുള്ളത് ഉണ്ണിമിശിഹായുടെ ഒരു ചെറിയൊരു പ്രതിമ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ചെറിയൊരു രൂപം കിട്ടിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഉണ്ണിമിശിഹായോട് കുറച്ചു നേരം വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചിട്ട് വിശുദ്ധ കുർബാനയും തുടർന്നുള്ള കർമ്മങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ സ്നേഹമുള്ളവരെ കിട്ടുന്ന ഒരു ആത്മീയ നിറവ് എന്നുള്ളത് അത് ഈ വചനവേദിയിൽ പങ്കുവെക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ളതാണ്. ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ അതല്ലെങ്കിൽ ഈ ഭക്തിമാർഗത്തിൻ്റെ നിഴലിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആനന്ദം എന്നുള്ളത് അത് വർണ്ണിക്കാനാവാത്ത വഴികളാണ്. ഈ ദിവസങ്ങളിൽ ഇങ്ങനെ എൻ്റെ ഉണ്ണീശോയുടെ അടുത്ത് കണ്ണുകൾ അടച്ചിരുന്ന് കുറച്ചു നേരം ഇങ്ങനെ മിഴി പൂട്ടിയിട്ട് പരിശുദ്ധ മറിയം നിന്നെ സ്നേഹിച്ചതുപോലെ ഉണ്ണീശോയെ ഞാൻ നിന്നെ താരാട്ട് പാടണമെന്ന് പറഞ്ഞ ചെറിയ സുഹൃതങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണിമിശിഹ പാട്ടിൻ്റെ ഒരു പാലാഴി എൻ്റെ മുമ്പിൽ തുറന്നു തരാം. ഒരു വരി പാടാൻ അറിയാത്ത, ഒരു വരികളായിട്ട് എഴുതാൻ അറിയാത്ത എൻ്റെ ഉള്ളിൽ ഈശോ നൽകുന്ന ഈ ദിവസങ്ങളിലുള്ള സന്തോഷം എന്നുള്ളത് എൻ്റെ ഉണ്ണീശോയെ നിന്റെ മുമ്പിൽ ഞാനിതാ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ഭക്തിയുടെ മാർഗത്തിലേക്ക് കുറേയും കൂടി പുരോഹിതനായി എനിക്ക് വരണമെന്ന ആഗ്രഹത്തോടുകൂടെ രാവിലെ രാത്രിയുടെ യാമങ്ങളിലും പുലരിയുടെ നിലാവ് തെളിയുമ്പോഴും ഉള്ള പ്രാർത്ഥന എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ സന്തോഷമായിട്ടുണ്ട്. എൻ്റെ സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ഇങ്ങനെയൊന്ന് ഓർക്കണം, ഞാൻ എൻ്റെ കർത്താവിൽ നിന്ന് ഭക്തി മാർഗത്തിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് എനിക്ക് ചേർന്ന് നിൽക്കാൻ പറ്റണം. അതിന് ചേർന്ന് നിൽക്കുന്ന ഒരു ആത്മീയത നമുക്ക് രൂപപ്പെടുത്താൻ പറ്റണം. ഈ ഹൊസേ സാഞ്ചോ നമ്മളെ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ, അല്ലെങ്കിൽ പരിശുദ്ധ മറിയം പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ, ഈ ജ്ഞാനികൾ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ, ഈ ആട്ടിടയർ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ സെയിമാ. 1, കർമ്മമാർഗത്തിലൂടെ നീ മുന്നേറണം. 2, ജ്ഞാനമാർഗത്തിലൂടെ നീ മുന്നേറണം. 3, ഭക്തി മാർഗത്തിലൂടെ നീ മുന്നേറണം. ഈ 3 മേഖലകളിലൂടെ നീ മുന്നേറുമ്പോൾ നീ എത്തിച്ചേരുന്നത് ക്രിസ്തുവിൻ്റെ പുൽക്കൂടിൻ്റെ മുമ്പിൽ. ഈശോ നിന്റെ അടുത്ത് ചോദിക്കും, ഇനി നിനക്ക് എന്താ വേണ്ടേ? What can I do for you?
അപ്പോൾ നിനക്ക് പറയാൻ പറ്റണം, ഉണ്ണീശോയെ എനിക്ക് നിന്നെ മതി എന്ന് പറയുന്ന ഒരു ആത്മീയതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. ഒരുപക്ഷെ പ്രാർത്ഥനയില്ലാത്ത, അറിവില്ലാത്ത, കർമ്മ വഴികളിലൂടെ മുന്നേറാൻ മടിയുള്ള ജീവിതമായിരിക്കാം നമ്മുടെ. ഇന്ന് ഉണ്ണീശോയ്ക്ക് സമർപ്പിക്കാം. ഉണ്ണീശോയോട് പറയാം, എൻ്റെ ഉണ്ണീശോയെ, ഇന്നു മുതൽ നീ എൻ്റെ ജീവിതം ഏറ്റെടുത്തണമേ. എൻ്റെ ജീവിതം ഏറ്റെടുത്ത് നേർവഴിയിലൂടെ എന്നെ നയിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.